ആട്ടെ ഇരിക്കുക. അതെന്താ അട്ടിട്ടിരുന്ന എന്താണ് പ്രശ്നം? വേദനയാ, സഹിക്കാൻ പറ്റത്തില്ല. സഹിക്കാൻ പറ്റുന്നില്ല വേദന. വയറ്റിലുണ്ടോ? വയറ്റിലുണ്ട്. എനിക്കല്ല, കെട്ടിയേക്ക 4 മാസമായി. ആകെ മൊത്തം വേദനയാ, അതിനൊരു കുറവുമില്ല. അപ്പൊ അങ്ങനെയാണ്. വിശപ്പുണ്ടോ? രാവിലെ കഴിച്ച. എന്നാലും കൈ എവിടെയാ കഴുകേണ്ട? പോയി കഴിച്ചാക്കാരുന്നു. ഉരുട്ടി മിണുങ്ങാൻ റെഡി ആയിട്ടാ വന്നേക്കുന്നത്. ഉറക്കം എങ്ങനെ? ഓട്ടത്തിൽ ഉറങ്ങിപ്പോയി. എണീപ്പിക്ക. ഉറങ്ങിപ്പോയി. ഇങ്ങനെയുണ്ടല്ലോ. ഇരിക്ക. മൂത്രം എങ്ങനെ പോണു? രാവിലെയൊക്കെ ആണിത് ഇവിടുന്ന് അവിടം വരെ പോവും, പിന്നെ ഇട്ടിട്ട് ഇങ്ങനെ വീഴും. പിന്നെ രാത്രിയിൽ ഒന്നേ ചൂട് തട്ടണം, അതെ അവള് ചവിട്ടി താഴെ ഇടണം. കിടന്നുമുള്ളി. എന്താ ചെയ്യുക? കഷായം വേണം. ഞാൻ കാശിക്കൊന്നും പോകുന്നില്ല. കാഷായം അല്ലേ, കഷായം. ഈ മരുന്നുകളെല്ലാം കൂടെ വാങ്ങണം. അതിലില്ലാത്തത് പുറത്തേക്ക് എഴുതി തരാം. വേദന മരുന്നുണ്ട്, പുറത്താണല്ലോ, എവിടെയാണ് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. വെളിയിൽ നിന്ന് വാങ്ങുന്ന കാര്യം. ഈ മരുന്നെല്ലാം കൂടെ വാങ്ങിയിട്ട് ഒരു മൺകലത്തിൽ ആയിട്ട് തിളപ്പിക്കണം. 4 ഇടങ്ങഴിയായിട്ട് വറ്റിക്കണം. നാഴി വെള്ളത്തെ അടയ്ക്ക. 3 ദിവസം അടുപ്പത്തിരിക്കണം. 3 ദിവസം? അത്രയും വേണോ ആശാനെ? വേണം. എങ്കിലേ മരുന്ന് ഫലിക്കത്തുള്ളൂ. അപ്പൊ ഈ തന്തൂരാവൂലേ? അല്ല, അത് താങ്കളല്ല. കഷായം. പിന്നെ ഈ മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് നാളെ ഇവിടെ കൊണ്ട് എന്നെ കാണിക്കണം. ഞാനൊന്നും അങ്ങനെ കണ്ടിട്ടുള്ള സാധനമല്ല. നാളെ? നാളെ ആശാന് ഡോക്ടറെ കാണാൻ പോണ്ടല്ലേ? അങ്ങനൊരു പ്രശ്നമുണ്ട്. ഡോക്ടറെ കാണാനോ? വൈദ്യരോ? ശരീരത്തിലെ ഒരു വൈക്ലഭ്യം, ഒരു അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഓണം കാണണം. കിടന്നു മുള്ളാൻ ചികിത്സയ്ക്ക് വന്നപ്പോ ഇതിന്റെ വൈദ്യുതി നടന്നു മുള്ളുന്നു. അങ്ങനെയല്ലത്. ഇപ്പൊ സ്വയം ചികിത്സ പാടില്ലല്ലോ. പിന്നെ തന്നെയുമല്ല, സ്വന്തം ജീവിതം വെച്ച് ആരെങ്കിലും കളിക്കുവോ കുഞ്ഞേ? എന്റെ വൈദ്യരെ സമ്മതിക്കണം.